നന്ദനം സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തെ ഓർക്കാത്തവരുണ്ടാകില്ലല്ലോ. ഒരേ സമയം പലയിടത്ത് പ്രത്യക്ഷപ്പെടുന്ന കുമ്പിടി. ആ കഥാപാത്രത്തെ പോലെയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്ഥലത്താണ് സുരേഷ് ഗോപിക്ക് വോട്ട്. ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ തൃശ്ശൂരുകാരനായിരുന്ന സുരേഷ് ഗോപി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുകാരനായി. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഗുരുവായൂരുകാരനായിരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം. ഇതെന്ത് മറിമായം എന്നൊക്കെ ചോദിക്കാൻ വരട്ടെ. സുരേഷ് ഗോപിക്ക് മാത്രം പറ്റുന്ന അത്ഭുത സിദ്ധിയാണോ ഇതൊക്കെ? ഒരു കാർ വാങ്ങാൻ പോണ്ടിച്ചേരിക്കാരനായ സുരേഷ് ഗോപിക്കാണോ ഓരോ സമയത്ത് തൃശ്ശൂരുകാരനും തലസ്ഥാനവാസിയും പിന്നെ നൊടിയിടയിൽ ഗുരുവായൂരപ്പൻ്റെ അയൽക്കാരനുമൊക്കെ ആകാൻ ബുദ്ധിമുട്ട് എന്നാണ് സുരേഷ് ഗോപിയെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ചോദ്യം. സർവം മായ. ഒരുപോലെ പലയിടത്ത് പ്രത്യക്ഷപ്പെടുന്ന സുരേഷ് ഗോപിയെ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര വിളിച്ച പേരാണ് കുമ്പിടി എന്ന്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതുവരെ തിരുവനന്തപുരത്തുകാരനായിരുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിലെ വോട്ടറായി. പറഞ്ഞത് ഒരു വർഷത്തോളമായി തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരനാണ് എന്ന്. തൃശ്ശൂർ കോർപ്പറേഷനിലെ നെട്ടിശ്ശേരിയിൽ സ്ഥിരതാമസക്കാരനാണ് എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചേർത്തതും ചെയ്തതും. പക്ഷേ അന്ന് സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്തും വോട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം പിന്നീട് തെളിവടക്കം പുറത്തു വന്നതാണ്. അതിന് ന്യായീകരണം പറഞ്ഞു ഒഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത സുരേഷ് ഗോപിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ തൃശ്ശൂരിൽ വോട്ടില്ല. ആ വോട്ട് തിരുവനന്തപുരത്തായി. അന്ന് അദ്ദേഹവും കുടുംബവും വോട്ട് ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിലായിരുന്നു. തൃശ്ശൂരിൽ സ്ഥിരതാമസമായ ഒരാൾ എങ്ങനെ തിരുവനന്തപുരത്ത് വോട്ട് വന്നു? ചോദ്യമായി, വിവാദമായി. അപ്പോഴും വന്നു ന്യായീകരണം. നിങ്ങൾക്ക് വെട്ടാമായിരുന്നില്ലേ എന്ന്. ആ വിവാദവും കെട്ടടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസം 2 പിന്നിട്ടതേയുള്ളൂ. SIR അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ തൃശ്ശൂരിലെ വോട്ടുമില്ല, തിരുവനന്തപുരത്തെ വോട്ടുമില്ല. ഇപ്പോൾ വോട്ട് ഗുരുവായൂരിൽ. ഇക്കുറി SIR അന്തിമ പട്ടിക പ്രകാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സുരേഷ് ഗോപിക്ക് വോട്ടുള്ളത്. ബൂത്തിലെ 697 നമ്പർ വോട്ടാണ് സുരേഷ് ഗോപിക്ക്. ക്ഷേത്രത്തോട് ചേർന്ന അച്യുതം ഫ്ളാറ്റിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഗുരുവായൂരിലെ ആദ്യത്തെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലൊന്നായ അച്യുതം സുരേഷ് ഗോപിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇതിനെയാണ് അനിൽ അക്കര കുമ്പിടി എന്ന് വിളിച്ച് പരിഹസിച്ചത്. കുമ്പിടിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഗുരുവായൂരിലാണ് എന്നായിരുന്നു അനിൽ അക്കരയുടെ പരിഹാസം. സമ്മതിക്കണം ഇദ്ദേഹത്തെ എന്നും അനിൽ അക്കര പറയുന്നുണ്ട്. തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും കേന്ദ്രമന്ത്രിക്കെതിരെ പരിഹാസ രൂപേണയുള്ള വിമർശനം ഉന്നയിച്ചു. കാർ വാങ്ങിയപ്പോൾ സുരേഷ് ഗോപി പോണ്ടിച്ചേരിക്കാരനായിരുന്നുവെന്നാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരുകാരനായി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുകാരനും. തൃശ്ശൂരിലെ ജനങ്ങളെ MP നിരന്തരമായി നാണം കെടുത്തുകയാണ് എന്നാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. ജനാധിപത്യത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാത്ത നടപടിയാണ് ഇതെന്നും കുട്ടിക്കളിയായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് എന്നും സുരേഷ് ഗോപിയെ തിരുത്താൻ BJP പാർട്ടി തയ്യാറാകണമെന്നും ജോസഫ് ടാജറ്റ് പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വിചിത്രമായ വിശദീകരണമാണ് സുരേഷ് ഗോപി MPയുടെ ഓഫീസ് നൽകിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെട്ടിശ്ശേരിയിലെ വാടക വീടിന്റെ വിലാസത്തിലായിരുന്നു സുരേഷ് ഗോപിക്ക് വോട്ട്. ഈ വീട് വിൽപ്പന നടത്തിയതിനാലാണ് ഗുരുവായൂരിലെ സ്വന്തം ഫ്ളാറ്റിലേക്ക് സുരേഷ് ഗോപിയുടെ താമസവും വോട്ട് മാറ്റിയത്. കുടുംബാംഗങ്ങളുടെ വോട്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തുവെന്നാണ് വിശദീകരണം. സുരേഷ് ഗോപി അടിക്കടി തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് ഗുരുവായൂരിലേക്കും വോട്ടും കൊണ്ട് ഷട്ടിൽ സർവീസ് നടത്തുമ്പോൾ വീണ്ടും പഴയ ഒരു കേസും ചർച്ചയാകുകയാണ്. ദൂത്നാഥ് വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് കേസിലെ സുപ്രീം കോടതി വിധിയാണ് ചർച്ചാ വിഷയം. സുപ്രീം കോടതി പറഞ്ഞത് വോട്ടർ പ്രദേശത്ത് സ്ഥിരതാമസക്കാരനായിരിക്കണമെന്നും പറന്നു നടക്കുന്നവനും വന്നു പോകുന്നവനും വോട്ട് ചെയ്യാനാകില്ല എന്നുമായിരുന്നു. ദൂത്നാഥ് പ്രസാദ് എന്നയാളുടെ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് താമസക്കാരൻ എന്ന വിശേഷണത്തിന് വിശദീകരണം നൽകിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി ഇത് പറഞ്ഞത്. താമസക്കാരൻ എന്നത് സംബന്ധിച്ച് പ്രധാനമായും 2 കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു വ്യക്തിക്ക് ഒരു വീട് സ്വന്തമായി ഉണ്ട് എന്നോ കൈവശമുണ്ട് എന്നോ എന്നുള്ള കാരണം കൊണ്ട് മാത്രം അയാൾ അവിടെ സാധാരണ താമസക്കാരനായി കണക്കാക്കില്ല. തൻ്റെ സാധാരണ താമസ സ്ഥലത്ത് നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുന്ന ഒരാൾ അക്കാരണം കൊണ്ട് അവിടെ സാധാരണ താമസക്കാരനായി കണക്കാക്കില്ല എന്നായിരുന്നു സുപ്രീം കോടതി വിധി. ഇത് പ്രകാരം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ നഗ്നമായ ലംഘനമാണ് നടന്നിട്ടുള്ളത് എന്ന് കരുതേണ്ടി വരും. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. സംസ്ഥാനത്താകെ 8.97 ലക്ഷം വോട്ടുകളാണ് ഇതിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടത്.
തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെട്ടിപ്പോയത്. അതിൽ തന്നെ തിരുവനന്തപുരത്തെ 4 പ്രധാന നഗരമണ്ഡലങ്ങളിലായി 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ വെട്ടിപ്പോയിട്ടുണ്ട്. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിലായാണ് ഇത്രയും വോട്ടുകൾ കുറഞ്ഞത്. ഈ 4 മണ്ഡലങ്ങളിലും BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് എന്നതാണ് വസ്തുത. അതിൽ തന്നെ നേമവും വട്ടിയൂർക്കാവും BJP വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 47,647, വട്ടിയൂർക്കാവിൽ 42,580, നേമത്ത് 38,063, കഴക്കൂട്ടത്ത് 32,769 എന്നിങ്ങനെയാണ് വോട്ടർമാർ കുറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റ് 10 മണ്ഡലങ്ങളിലും 20,000-ഓ 10,000-ഓ അതിൽ താഴെയോ മാത്രം വോട്ടർമാർ കുറഞ്ഞപ്പോഴാണ് BJP A ക്ലാസ് പട്ടികയിൽപ്പെടുത്തിയ ഇവിടങ്ങളിൽ മാത്രം ഈ അമ്പരപ്പിക്കുന്ന വോട്ട് വെട്ടൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 4-ൽ 3 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനായിരുന്നു മുന്നേറ്റം എന്നതും വിസ്മരിക്കരുത്. കഴക്കൂട്ടത്തും നേമത്തും വട്ടിയൂർക്കാവും രാജീവ് ചന്ദ്രശേഖർ മുന്നിലെത്തിയപ്പോൾ തിരുവനന്തപുരത്തെ ശശി തരൂരിനായിരുന്നു മുൻതൂക്കം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ BJP നേട്ടം കൊയ്യുകയും ചെയ്തു. ഇതും BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് LDF ആണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ 2 മാസം മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ നേട്ടം CPM-നെയും ഏറെ അലോസരപ്പെടുത്തുന്നുണ്ട്. LDF-ൽ നിന്ന് ഈ സീറ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ആന്റണി രാജു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനായതിനാൽ ഈ സീറ്റ് ഏറ്റെടുക്കാൻ CPM നീക്കം നടത്തുന്നുമുണ്ട്. നഗരപരിധിയിൽ വരുന്ന മണ്ഡലങ്ങളിൽ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയില്ല എന്ന കാരണത്താലാണ് ഇത്രയധികം വോട്ടർമാർ വെട്ടിപ്പോകാൻ കാരണമായത്. ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും ഏറെയുള്ള നഗരമേഖലയിൽ പലരെയും കണ്ടെത്താനായില്ല എന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പലരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുകയായിരുന്നു. വർഷങ്ങളായി നഗരത്തിൽ നിന്ന് താമസം മാറിയവർ വോട്ടർമാരായി തുടരുന്ന സാഹചര്യവും പലരെയും നീക്കാൻ കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. എന്തായാലും നേമവും വട്ടിയൂർക്കാവും അടക്കം പിടിച്ചെടുക്കുമെന്ന BJPയുടെ അവകാശവാദവും ഇവിടങ്ങളിലെ വോട്ട് വെട്ടലും എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ചില സംശയങ്ങളൊക്കെ ആരിലും ജനിക്കും.